എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള കാര്യം അതിൻ്റെ ഡെഫിനിഷനിൽ നിന്നാണ് ഈ ഒരു ചാപ്റ്റർ രാവിലെ നമ്മൾ പഠിച്ചു തുടങ്ങിയത്. ആൻഡ് കുറച്ചധികം കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയപ്പോൾ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ, അതിനുശേഷം ആർഗ്യുമെന്റ്സ് എഗൈൻസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടായിരുന്നു നമ്മൾ ഇന്ത്യയിലേക്ക് കടന്നത് കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതിനകത്ത് എക്കണോമിക്കൽ, ലീഗൽ, അതേപോലെ തന്നെ എത്തിക്കൽ, ഡിസ്ക്രിഷണറി 4 പേരെ പറ്റി പഠിച്ചു. പിന്നീട് നമ്മൾ ഇന്ത്യയിലേക്ക് കടന്നു അഞ്ച് പാർട്ടീസ് അല്ലെങ്കിൽ 5 ആൾക്കാരെ പറ്റിയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ടായിരുന്നത്. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് 5 പേരെയാണ് പഠിക്കാനുണ്ടായിരുന്നത്. അതിനകത്ത് കമ്മ്യൂണിറ്റി ഓർ സൊസൈറ്റി ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ എംപ്ലോയീസ്, ഗവൺമെന്റ്. 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ടെക്സ്റ്റിൽ 4 പേരാണുള്ളത്, 4 പേരെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അതിനകത്തേക്ക് കിടക്കുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആയിരുന്നു നമ്മൾ ആദ്യം പഠിച്ചത് കേട്ടോ. ഷെയർ ഹോൾഡേഴ്സ് ആണ് നമ്മൾ ആദ്യം പഠിച്ചത്, രാവിലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നാണ് പഠിച്ചു തുടങ്ങാം. രാവിലെ പഠിച്ചവർ ഒന്നുകൂടി എന്ത് ചെയ്യാം, ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക, ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടി അവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, യെസ്. ഷെയർ ഹോൾഡേഴ്സിൽ അപ്പോൾ 3 എണ്ണമാണ് പഠിക്കാൻ പറഞ്ഞിരുന്നത്. 3 പോയിന്റ് പഠിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, 3 പോയിന്റ് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് പഠിക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ ടെക്സ്റ്റിലാണെന്നുണ്ടെങ്കിൽ 92ാമത്തെ പേജിലാണ് ഇത് കിടക്കുന്നത്. 92ാമത്തെ പേജിലാണ് ഇത് കിടക്കുന്നത് കേട്ടോ. ഓക്കെ, 92, പേജ് നമ്പർ 92. ഓക്കെ ആണല്ലോ. ഇനി അതിനുശേഷം നമ്മുടെ വർക്കേഴ്സിലേക്ക് കടന്നപ്പോൾ വർക്കേഴ്സിൽ ടെക്സ്റ്റിൽ കുറച്ചധികം പോയിന്റ് ഉണ്ട്. അതിനകത്ത് ഒരു 4 പോയിന്റ് പഠിക്കാൻ പറഞ്ഞു. ഓക്കെ, 4 പോയിന്റ് അല്ലെങ്കിൽ 5 പോയിന്റ്. വർക്കേഴ്സിന്റെ ഒക്കെ ആകുമ്പോൾ നല്ല സിമ്പിൾ ആണ്, അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുള്ള പോയിന്റ്സ് അതിനകത്തുണ്ട്. ഇനി അടുത്തത് ഏതാണ്? ടുവേർഡ്സ് കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കൾ. ബിസിനസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് ആര്? കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അവരോട് നമ്മൾ എങ്ങനെ ഉത്തരവാദിത്തം കാണിക്കാം എന്നുള്ളതാണ് അടുത്തതിൽ പഠിക്കാനുള്ളത്. കൺസ്യൂമേഴ്സിന്റെയും 4 പോയിന്റ് പഠിക്കണം കേട്ടോ. 4 പോയിന്റ് പഠിക്കണം. ഇനി അടുത്തതാണ് ടുവേർഡ്സ് ഗവൺമെന്റ്. ടെക്സ്റ്റിലാണെങ്കിൽ ഗവൺമെന്റും കമ്മ്യൂണിറ്റിയും നമ്മളുടെ 2ആയിട്ടാണ് കിടക്കുന്നത്. ടെക്സ്റ്റിൽ അത് ഒന്നിച്ചാണ് കിടക്കുന്നത് കേട്ടോ. അപ്പൊ അതിനകത്തൊന്നും 4 പോയിന്റ് ആണ് പഠിക്കേണ്ടത്. ഗവൺമെന്റ്, സർക്കാരിനും അതേപോലെ തന്നെ സൊസൈറ്റിക്കും സമൂഹത്തോടും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ. ഓക്കെ, 4 പോയിന്റ് പഠിക്കണം. നോട്ട് ചെയ്യുന്നില്ല എല്ലാവരും? ഓക്കെ അല്ലേ? അൻവിത നോട്ട് ചെയ്യുന്നില്ലേ? ഓക്കെ. അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് എന്തിലേക്ക് വരുന്നത്? കോസസ് ഓഫ് പൊല്യൂഷൻ ആണ് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത്. കോസസ് ഓഫ് പൊല്യൂഷൻ ആണ് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത്. എൻവയോൺമെന്റ് പൊല്യൂഷനും അതിന്റെ കാരണങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിഫറെന്റ് ഗ്രൂപ്പിന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞിട്ട് നമുക്ക് എന്തിലേക്ക് കിടക്കാം? മോർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇന്ന് ഏറ്റവും ആദ്യം ഷെയർ ഹോൾഡേഴ്സിന്റെ പോയിന്റ് പഠിക്കാം. അത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ നേരെ എന്തിലേക്ക് കിടക്കാം? വർക്കേഴ്സ്, നേരെ അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ്, പിന്നെ ഗവൺമെന്റ് ഓർ കമ്മ്യൂണിറ്റി. ക്ലിയർ? ഓക്കെ ആണെങ്കിൽ ടാറ്റ നീ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ടാറ്റ നീ. യെസ്. അപ്പൊ ഇന്ന് പുതിയതായിട്ട് കയറിയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഇന്ന് നമ്മൾ 6ാമത്തെ ചാപ്റ്റർ രാവിലെ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൽ കുറച്ച് പോർഷൻസ് നമ്മുടെ ടെക്സ്റ്റിൽ 92ാമത്തെ പേജിലെ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഡിഫറെന്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ആ ഒരു പോയിന്റ് വരെ നമ്മൾ രാവിലെ നിർത്തിയേക്കുമായിരുന്നു. ഇന്ന് അവിടെ കണ്ടിന്യൂഷൻ ആണ് പഠിക്കാം. ഓക്കെ, എല്ലാ ദിവസവും അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ തൊട്ടിട്ടാണ് നമ്മളിപ്പോൾ ചോദ്യം ചോദിച്ച് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് സമയം തരും, എന്ത് ചെയ്യും? ചോദിച്ചു തുടങ്ങും കേട്ടോ. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ആദിത്യന്റെ യെസ് ഓർമ്മയുണ്ടല്ലോ രാവിലെ പറഞ്ഞ കാര്യം? ഓക്കെ, യെസ്. അപ്പൊ വേഗം പഠിച്ചോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തിനോടാണ്. അപ്പൊ ബാക്കിയുള്ള ഒരു രക്ഷ കിട്ടും. ഓക്കെ, അപ്പൊ വേഗം തുടങ്ങിക്കോളൂ കേട്ടോ. ഓക്കെ ഡോ. യെസ്, നമ്മളുടെ എൻവയോൺമെന്റ് പൊല്യൂഷൻ തൊട്ട് മുന്നേ വരെയുള്ള പോർഷൻസ്, അതായത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഡിഫറെന്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, അതുവരെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കി ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. വിത്ത് ഹൂം ഫ്രം ദ ഫോളോയിങ് ഈസ് ദ ഒബ്ലിഗേഷൻ ഓഫ് ബിസിനസ് ടു ബിഹേവ് ലൈക്ക് എ റെസ്പോൺസിബിൾ സിറ്റിസൺ കണക്റ്റഡ്. നമ്മളിപ്പോൾ പറഞ്ഞതാണല്ലേ റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന് പറഞ്ഞൊരു പോയിന്റ് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അതിനകത്ത് കൺസ്യൂമേഴ്സ് ആണോ, ഓണേഴ്സ് ആണോ, എംപ്ലോയീസ് ആണോ, സൊസൈറ്റി ആണോ? ഏത് ഓപ്ഷനാണ് വരിക? 4 ഓപ്ഷൻസിൽ ഏതാണ് വരിക? നല്ലൊരു പൗരനായിട്ട് നമ്മൾ പെരുമാറണം എന്നുള്ളത് ഏതിന്റെ അണ്ടറിൽ വരുന്നതാണ്? ഒന്ന് കൈകൊണ്ട് കാണിച്ചോളൂ എല്ലാവരും. ഇപ്പൊ പഠിച്ച കാര്യം എല്ലാവരും പറയണം. നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യണം. നമ്മൾ ഇപ്പൊ പഠിച്ച കാര്യമാണ്, ഇപ്പൊ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യലും കൂടിയാണ്. ഏതാണ്? എല്ലാവരും ഒന്ന് കൈകൊണ്ട് കാണിച്ച്. കുറെ പേര് കാണിക്കുന്നുണ്ട്, കുറച്ച് പേര്. ശിവകൃഷ്ണോ പറഞ്ഞോ, ഉറങ്ങണോ ഇരുന്ന്? ഏതാണ് ആൻസർ ചെയ്താ പറഞ്ഞേ? കാണിച്ചവരുടെ എല്ലാവരുടെയും കറക്റ്റ് ആണ് കേട്ടോ. കാണിച്ച എല്ലാവരുടെയും കറക്റ്റ് ആണ്. പറഞ്ഞേ, കൺസ്യൂമേഴ്സ് ആണോ, ഓണേഴ്സ് ആണോ, എംപ്ലോയീസ് ആണോ, സൊസൈറ്റി ആണോ? നമ്മളൊരു നല്ല പൗരനായിട്ട് പെരുമാറുക എന്നുള്ളത് ആരോടുള്ള റെസ്പോൺസിബിലിറ്റി ആയിരിക്കും? സിറ്റിസൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം കൺട്രി, ആ ഒരു കോൺസെപ്റ്റ് ആണ് വരണ്ടേ അല്ലേ? കിട്ടിയോ? ശിവകൃഷ്ണ പോയോ സാർ? എവിടെ അവനോടെ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ ഏത് ഓപ്ഷനാ വരിക? യെസ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരേണ്ടത്. ഓക്കെ, വിടുക. ഓപ്ഷൻ ഡി സൊസൈറ്റി ആണ് ആൻസർ വരേണ്ടത് അല്ലേ? ക്ലിയർ അല്ലേ ആ ക്വസ്റ്റ്യൻ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി രണ്ടാമത്തേലേക്ക് നമുക്ക്
കടക്കുമ്പോൾ നമ്മൾ രാവിലെ പഠിച്ച കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. SBI നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗീവ്സ് സ്കോളർഷിപ്പ് ടു ബ്രൈറ്റ് സ്റ്റുഡൻസ് ഈച്ച് ഇയർ. This is a part of their dash. ഏത് റെസ്പോൺസിബിലിറ്റിയുടെ അണ്ടറിലായിരിക്കും ഇത് വരിക? സെയിൽസ് പ്രൊമോഷൻ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ചാരിറ്റി വർക്ക്, ബിസിനസ് എത്തിക്സ്. ഈ നാലെണ്ണത്തിൽ ഏതാണ് വരേണ്ടത്? നമ്മുടെ കൈൻഡ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചോദിച്ചിരിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഏതാ വരേണ്ടത്? ഏതാണ് നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ രണ്ടാമത്തെ ഓപ്ഷനാണ് വരേണ്ടത് അല്ലേ? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതിനകത്ത് നമുക്ക് തർക്കമൊന്നുമില്ല, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടാണ് അവരത് ചെയ്യുന്നത്. ഓക്കെ, സാമൂഹിക ഉത്തരവാദിത്തം കാണിക്കുന്നതാണ് ഈ ഒരു പ്രവൃത്തിയിലൂടെ. ഓക്കെ ആണല്ലോ, ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് കിടക്കുന്നത്. വൺ എമംഗ് ദ ഫോളോയിങ് ഡസ് നോട്ട് കം അണ്ടർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ്. ഫൈൻഡ് ദാറ്റ് വൺ. നോക്കിക്കേടാ, ഡസ് നോട്ട് കം അണ്ടർ, ഈ തന്നിരിക്കുന്നതിൽ ഏതോ ഒരെണ്ണം നമ്മളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെടാത്തതാണ്, അതായത് അതിനോട് യോജിച്ച് പോകാത്ത ഒരു പോയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം നെഗറ്റീവ് പോയിന്റ് ആണെന്ന് അർത്ഥം. ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേഗം പറഞ്ഞേ. കീപ് ദ എൻവയോൺമെന്റ് പൊല്യൂഷൻ ഫ്രീ, give fair wages to workers, offer quality products, and the fourth one, make profits by any means. ഏതായിരിക്കും വരേണ്ടത്? വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് അടിക്കുന്നത് ഇതിലാണ്, നാലാമത്തേലാണ് അല്ലേ? യെസ്, നാലാമത്തെ പോയിന്റിലാണ് നമുക്കൊരു നെഗറ്റീവ് തോന്നുന്നത്. മേക്ക് ഹ്യൂജ് പ്രോഫിറ്റ്സ് ബൈ എനി മീൻസ്, ഏത് വിധേനയും നമുക്ക് കൊള്ള ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത് അല്ലേ? അങ്ങനെയല്ല, എല്ലാവരുടെയും ഫേവർ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഓക്കെ ആവുന്ന രീതിയിൽ വേണം നമ്മൾ ബിസിനസ് ചെയ്യാനായിട്ട്. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ ആണ് നമുക്ക് ഇതിന്റെ കറക്റ്റ് ഉത്തരമായിട്ട് കിട്ടേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ, പ്രശ്നമില്ലല്ലോ. ഇനി നാലാമത്തേക്ക് നോക്കാം. എക്കോ ട്രാവൽ ലിമിറ്റഡ് കോൺട്രിബ്യൂട്ട്സ് ₹50,000 ടു ദി എൻഡോസൾഫാൻ റിലീഫ് ഫണ്ട്. നമ്മൾ രാവിലെ പഠിച്ച പോയിന്റ് ആണ്. ദിസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ് എ പാർട്ട് ഓഫ് ഡാഷ്. എന്തിന് ഉദാഹരണമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? എക്കണോമിക്കൽ ആണോ, ഡിസ്ക്രിഷണറി ആണോ, ലീഗൽ ആണോ, അല്ലെങ്കിൽ എത്തിക്കൽ ആണോ? ഏതാണ് വരേണ്ടത്? ഏത് ഓപ്ഷൻ ആണ് വരേണ്ടത്? തേജസ്സേ പറഞ്ഞേ, നമ്മൾ രാവിലെ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് ഇവർ ചെയ്തിരിക്കുന്ന, ഏത് കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഇവർ ചെയ്തിരിക്കുന്നേ? ഉറക്കപ്പറ. വായിച്ചോക്ക്. ഓപ്ഷൻ ഏതാന്ന് പറഞ്ഞാലും മതി. ആണോ? ആണോ? ചോദ്യം ഇങ്ങോട്ടാണോ? പറ, ഉറപ്പിച്ച് പറ. പറഞ്ഞു, കറക്റ്റ് ആണ്. ഡിസ്ക്രിഷണറി. ഓക്കെ, ഡിസ്ക്രിഷണറി എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെയാണ് നമുക്ക് വരേണ്ടത്. നമ്മൾ സ്വമേധയ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയിൽ പെടുന്നതാണ് എന്ത്? ഡിസ്ക്രിഷണറി. അപ്പോൾ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരേണ്ടത്. ക്ലിയർ ആണല്ലോ, ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം കൂടിയേ ഉള്ളൂ. ഇതിനകത്ത് അഞ്ചാമത്തെ നോക്കിക്കേടാം. ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എവറി ബിസിനസ് ഫോർ ഇറ്റ്സ് സർവൈവൽ. ഈ ഒരു പോയിന്റ് തന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്. സപ്പോർട്ട് ദി എബവ് സ്റ്റേറ്റ്മെന്റ് ബൈ ഡിസ്ക്രൈബിംഗ് എനി 3 റീസൺസ്. അതായത് നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു പോയിന്റിൽ അവർ പറഞ്ഞിരിക്കുന്നത് അല്ലേ? നോക്കിക്കേ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എവറി ബിസിനസ് ഫോർ ഇറ്റ്സ് സർവൈവൽ. ഏതൊരു ബിസിനസ്സിനും പിടിച്ചു നിൽക്കണം എന്നാണെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടിയേ തീരൂ എന്നുള്ളൊരു പോയിന്റ് ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെന്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ 3 കാരണങ്ങൾ പറയാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചതിൽ നിന്നും ഏത് ടോപ്പിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്? നമ്മൾ രാവിലെ പഠിച്ചു തുടങ്ങിയതിൽ നിന്നും ഏത് ടോപ്പിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്? എന്ത് തോന്നുന്നു? നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചിട്ടില്ല, പക്ഷെ വേറൊരു സാധനം പഠിച്ചു രാവിലെ. വാട്ട് ഈസ് ദാറ്റ്? അതെന്തായിരുന്നു? കിട്ടുന്നുണ്ടോ? അതാണ് നമ്മുടെ പോയിന്റ്. കാരണം അതവർ ഡയറക്റ്റ് ചോദിക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു സെന്റൻസിലൂടെ ചോദിച്ചിരിക്കുക. ദിൽനോ, ഏതാണോ നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്? Arguments favor for social responsibility. Yes, very good, മിടുക്കി. Arguments in favor of social responsibility ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? യെസ്, ഫേവറബിൾ പോയിന്റ്സ് ആണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഫേവറബിൾ ആയിട്ടുള്ള നമ്മൾ രാവിലെ പഠിച്ച ആ പോയിന്റ്സ് ആണ് 3 എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? അതില്ല, എഴുന്നേറ്റിരുന്നേ. ആഹാ, ഓക്കെ. അടുത്ത മാത്സ് ഫോളോയിങ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമ്മളിത് തൊട്ടിപ്പോൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് നിന്ന് ചോദിച്ചിരിക്കുന്ന ഫ്രഷ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എന്നാ. യെസ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഫെയർ വേജസ്, പേയ്മെന്റ് ഓഫ് ടാക്സസ്, ക്വാളിറ്റി പ്രോഡക്ട്സ് ആൻഡ് പ്രോംപ്റ്റ് പേയ്മെന്റ്. തൊട്ടപ്പുറത്ത് ഗവൺമെന്റ്, സപ്ലയേഴ്സ്, ഓണേഴ്സ്, എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്. നമ്മളിപ്പോൾ പറഞ്ഞ 5 ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരെയും നമുക്ക് മാച്ച് ചെയ്യാം. റെഡി ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അറിയാവുന്ന സംഗതികൾ വേഗം മാച്ച് ചെയ്യാം. ഇപ്പൊ നമ്മളുടെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് ഏതാണ് ആദ്യം പിടിയിട്ടുന്നത്? ആദിലക്ഷ്മി, ഇത് കണ്ടിട്ട് ഏത് ആദ്യം മാർക്ക് ചെയ്യാന്ന് തോന്നുന്നേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഹലോ, ഏത് മാർക്ക്
മാർക്ക് ചെയ്യണം ആദ്യം. ഇപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ എടുത്തതെന്ന് വിചാരിക്കാം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയില്ല എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് തൊട്ടടുത്ത് ഏത് എടുക്കാം? യെസ്, ഫെയർ വേജസ്. അത് ആർക്ക് കൊടുക്കേണ്ടതാ? എംപ്ലോയീസിന്. കുത്തുഞ്ഞ കൺസ്യൂമേഴ്സ് പറഞ്ഞ ഏതാണ്? എംപ്ലോയീസിന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നാലാമത്തെ ഓപ്ഷൻ ആണ്. നമ്മൾ മാച്ച് ചെയ്തല്ലോ. ഓക്കെ, അപ്പൊ ചിലപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റ് കാണുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അടുത്തത് അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തയിലേക്ക് കിടക്കാം. ഓക്കെ, വഴികൾ ഉണ്ടാവും. അടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് അറിയാവുന്നത് പെട്ടെന്ന് എഴുതാം. ഓക്കെ അല്ലേ? മാത്സ് ഫോളോയിങ് ആയതുകൊണ്ട് ലാസ്റ്റ് കിട്ടുന്ന ആൾക്കാരെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, യെസ്. അടുത്തത് മാധവ് എന്ന് പറഞ്ഞേ, പേയ്മെന്റ് ഓഫ് ടാക്സസ്. അത് ഏതിൽ പെടുന്നതാണ് മോനെ? നമ്മൾ നികുതി അടയ്ക്കുക എന്നുള്ളത് ആരോട് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്? ഗവൺമെന്റ്. അപ്പോ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഗവൺമെന്റ് ആണ് പേയ്മെന്റ് ഓഫ് ടാക്സ് വരേണ്ടത്. ആ കാര്യത്തിൽ തീരുമാനമായി. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. മിടുക്കൻ, മ്യൂട്ട് ചെയ്തോളൂ. യെസ്, അടുത്തത് നമുക്ക് ക്വാളിറ്റി പ്രോഡക്ട്സ് നോക്കാം അല്ലെ. ക്വാളിറ്റി, നല്ല ഗുണമേന്മയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ സാധനങ്ങൾ നൽകുക എന്നുള്ളത് ആരോട് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്? സായി കൃഷ്ണ എന്ന് പറഞ്ഞേ, ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കണം. അത് ആരോട് ചെയ്യേണ്ടതാ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. അതാണ് പ്രശ്നം. സപ്ലൈസും കൺസ്യൂമേഴ്സും തമ്മിൽ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. സപ്ലൈസ് ആണോ? സപ്ലൈസിന് നമ്മൾ സാധനം കൊടുക്കുന്നുണ്ടോ? അത് നമുക്ക് ഇങ്ങോട്ട് സാധനങ്ങൾ തരുന്നവരാ സപ്ലൈസ്. കൺസ്യൂമേഴ്സ്. തെറ്റിക്കല്ലേ കേട്ടോ. ഓക്കെ, യെസ്. ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കേണ്ടത് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനാണ്. ഒരു കാര്യം ഓർക്കുക, സപ്ലൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് സാധനം തരുന്ന ആൾക്കാരാ. ഓക്കെ, നമുക്ക് ഇങ്ങോട്ടേക്ക് സാധനം തരുന്ന അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ എത്തിച്ചു തരുന്ന ആൾക്കാരുടെ പേരാണ് സപ്ലൈസ്. ഓക്കെ, തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, മിഥുൻ അടുത്തതൊന്ന് പറഞ്ഞേ. പ്രോംപ്റ്റ് പേയ്മെന്റും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റും. ഇതിനകത്ത് ഏതാണ് പെട്ടെന്ന് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് പറഞ്ഞോ. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഓണേഴ്സ്. ഓക്കേടാ, മിടുക്കൻ. യെസ്, ഓണേഴ്സിനോട് ചെയ്യേണ്ടതാണ് എന്ത്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഇനി ബാക്കി ഒരാളും കൂടി ഉള്ളൂ, പ്രോംപ്റ്റ് പേയ്മെന്റ് അല്ലേ. അത് ആർക്കാണ്? സപ്ലൈയേഴ്സിനാണ്. അപ്പൊ നമ്മൾ ആലോചിക്കും എന്ത് പേയ്മെന്റ് കൊടുക്കുന്നതിനെ പറ്റിയാ? അവർ സാധനങ്ങൾക്ക് നമുക്ക് എത്തിച്ചു തരുന്നതിനനുസരിച്ച് നമ്മൾ ഉടനെ തന്നെ, പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഒട്ടും ലാഗ് വരാതെ ചെയ്യാന്നാണ് പ്രോംപ്റ്റിന്റെ അർത്ഥം കേട്ടോ. അപ്പോൾ പ്രോംപ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പേയ്മെന്റ് കൊടുക്കുന്നു. അവർ സാധനം കൊണ്ടുവരുന്നു, ഉടനെ തന്നെ നമ്മൾ അതിന്റെ ക്യാഷ് അവർക്ക് പേ ചെയ്യുന്നു. അതാണ് പരിപാടി പ്രോംപ്റ്റ് പേയ്മെന്റ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് ആൾക്കാർക്ക് ഡൗട്ട് വരുന്നത് ഷെയർ ഹോൾഡേഴ്സിലാണ് പഠിച്ചത് എങ്കിൽ പോലും ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് ഓണേഴ്സ് ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടാറുണ്ട് അല്ലേ. ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് എന്ന ടെക്സ്റ്റ് കിടക്കുന്നത്. അപ്പോൾ അത് തെറ്റിക്കരുത്. ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ടേം ഇല്ല, ഓണേഴ്സ് എന്ന് പറയുന്ന ടേം ആണ്. ഓക്കെ, അപ്പൊ മാച്ച് ദ ഫോളോയിങ്ങിന്റെ പരിപാടി മനസ്സിലായല്ലോ. അറിയാവുന്ന ആൾക്കാരെ ആദ്യം മാച്ച് ചെയ്ത് പോയാൽ നമുക്ക് പെട്ടെന്ന് പരിപാടി തീർക്കാൻ പറ്റും. ചിലപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിൽ അവിടെ സ്റ്റക്ക് ആയാൽ ചിലപ്പോൾ അടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അടുത്തടുത്ത് നോക്കി പോവാം. ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇമ്മാനുവലേ ഫുഡ് അടിയാണ് അവിടെ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ അല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേഗം എൻവയോൺമെന്റ് പൊല്യൂഷനിലേക്ക് കടക്കാം. അതിന്റെ കോസസ് പഠിക്കാം കേട്ടോ. ഒരു 7:25 ആകുമ്പോൾ ബ്രേക്ക് തരാം. വേഗം പഠിച്ചോ. ഓക്കെ, ആയിക്കോട്ടെ. ബിസിനസ് എത്തിക്സ്, അതേപോലെ തന്നെ പൊല്യൂഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. കാരണം നമ്മൾ മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയതാണ്. നോക്കിക്കേടാ, ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? അനു ആൻഡ് വർഗീസ് are working in a business organization doing the same job. Anu is paid ₹500 per day and Varghese is at ₹750. Is the act of management is genuine? Why? എന്താണ് നമ്മളിവിടെ പഠിച്ച ബിസിനസ് എത്തിക്സിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമ്മളുടെ അനുവിന് കിട്ടിയത് 500 രൂപയും വർഗീസിന് കിട്ടിയത് 750 രൂപയാണ് അല്ലേ. അത് ശരിയാവൂല. കാരണം ഒരേ വർക്ക് ചെയ്ത 2 പേർക്ക് 2 എമൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല അല്ലേ. അപ്പോൾ മാനേജ്മെന്റിന്റെ ആ ഒരു പ്രവൃത്തി ഓക്കെ ആണോ, ജെനുവിൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് നോട്ട്, അല്ല എന്നുള്ള കാര്യം എഴുതണം. എന്തുകൊണ്ട് അല്ല? എന്താണ് നമ്മൾ പഠിച്ചത്? ഈക്വൽ വർക്കിന് ഈക്വൽ വേജ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ദിസ് ഈസ് അഗൈൻസ്റ്റ് ബിസിനസ് എത്തിക്സ് അല്ലെങ്കിൽ ബിസിനസ് റെസ്പോൺസിബിലിറ്റി എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൊടുക്കുക ഈക്വൽ വർക്കിന് ഈക്വൽ വേജ് തന്നെ കൊടുക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ എന്ത് എഴുതേണ്ടത്. നമ്മൾ പഠിച്ച കാര്യം അപ്ലൈ ചെയ്യേണ്ട സമയമാണ്. ഓക്കെ, അല്ലാതെ നമ്മൾ പഠിച്ച എല്ലാ സെന്റൻസുകളും കൂട്ടി കുഴച്ച് എഴുതാനല്ല. നമ്മൾ പഠിച്ച കാര്യം യുക്തിപൂർവ്വം എന്ത് ചെയ്യണം? ആലോചിച്ച് എഴുതാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് അഗൈൻസ്റ്റ് ദ ബിസിനസ് എത്തിക്സ്. അത് ഏതാണെന്നൊന്ന് പറഞ്ഞേ. ഈ തന്നിരിക്കുന്നതിൽ ബിസിനസ് എത്തിക്സിനോട് പൊരുത്തപ്പെടാത്തത് ഒരെണ്ണം അതിനെതിരെയാണ്, അഗൈൻസ്റ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഏത് ഓപ്ഷനാണ് വരേണ്ടത്? എല്ലാവരും കൈ കൊണ്ട് കാണിക്കണേ. 2-3 പേര് കാണിച്ചു, ബാക്കിയുള്ളവരും കൂടി വേഗാവട്ടെ. അഞ്ജലിനെ പറയുന്ന 4ാമത്തെ ആണെന്നാണല്ലോ. ഒന്നുകൊണ്ട് നോക്കിക്കേ. നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ മെഹറിൻ പറയുന്നു 3ാമത്തെയാന്ന് പറയുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ 2 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പല ഉത്തരങ്ങൾ വരുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ.
ഏറ്റവും ആദ്യം ഇൻസ്റ്റാളിംഗ് പൊല്യൂഷൻ കൺട്രോൾ ഡിവൈസസ്. പൊല്യൂഷൻ കൺട്രോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് വളരെ ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇതല്ല ആൻസർ വരേണ്ടത്. അത് ഓക്കെയാണ്, ബിസിനസ് എത്തിക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് അല്ലേ. രണ്ടാമത്തെ നോക്ക്, ഗിവിംഗ് ഡിസ്ഹോണസ്റ്റ് അഡ്വർടൈസ്മെന്റ്. നമ്മൾ എവിടെയോ പഠിച്ചിരുന്നല്ലോ, അഡ്വർടൈസ്മെന്റ് കൊടുക്കണം, പക്ഷെ അത് വിശ്വസനീയമായ അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് ആണ് കൊടുക്കേണ്ടത് അല്ലേ. ഡിസ്ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പറ്റിക്കാനായിട്ട് കുറച്ച് ഫ്രോഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് നമ്മൾ കൊടുക്കുന്നു. എന്തിനു വേണ്ടി? കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ കാണുന്ന കാഴ്ചക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കി ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബിസിനസ് എത്തിക്സിനെ എഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ രണ്ടാമത്തെയാണ് വരേണ്ടത് കേട്ടോ. രണ്ടാമത്തെയാണ് കറക്റ്റ് ആൻസർ. 3ഉം 4ഉം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് ഓക്കെയാണ്, പോസിറ്റീവ് പോയിന്റ്സ് ആണ് പറയുന്നത് അല്ലേ. 3 നോക്കി, ഏർണിംഗ് റീസണബിൾ ആൻഡ് ജസ്റ്റിഫയബിൾ പ്രോഫിറ്റ്. അതെന്തായാലും ഓക്കെയാണ് അല്ലേ. അതെന്തായാലും നമുക്കിവിടെ ബിസിനസ് എത്തിക്സുമായിട്ട് കണക്ട് ചെയ്യുന്ന പോയിന്റ് തന്നെയാണ്. എഗൈൻസ്റ്റ് അല്ല, 4 ആയിട്ടുള്ള പോയിന്റ് ആണ് അല്ലേ. ഇനി ലാസ്റ്റ് നോക്കാം, യൂസിങ് ഫെയർ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഫോർ പ്രൊഡക്ട്സ് അല്ലേ. കറക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് തന്നെ അവർ സ്വീകരിച്ചേക്കണേ അല്ലേ. അപ്പോൾ ആ ഒരു പോയിന്റ് പ്രശ്നമൊന്നുമില്ല, അതും കറക്റ്റ് ആണ്. അപ്പോൾ ഏതാണ് വരേണ്ടത്? രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഇതിനകത്ത് ഉത്തരമായിട്ട് വരേണ്ടത്. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നാളെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം ഈ ഒരു സെക്കൻഡ് ടേമിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിക്കുന്ന 7ാമത്തെ ചാപ്റ്റർ ഫോർമേഷൻ ഓഫ് എ കമ്പനി ആണ് നമുക്ക് നാളെ രാവിലെ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ 6 to 6:30 നമുക്ക് എന്തായിരിക്കും? നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ എക്സാം ഉണ്ടായിരിക്കും. കൃത്യം 6:30 മണിക്ക് നമുക്ക് എന്ത് പഠിക്കാം? ഫോർമേഷൻ ഓഫ് എ കമ്പനി പഠിച്ചു തുടങ്ങാം. ഓക്കെ.